ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ISL കേരള ബ്ലാസ്റ്റേഴ്സിലെ അടുത്ത മത്സരം ശനിയാഴ്ച നടക്കും. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു മത്സരമാണ് ശനിയാഴ്ചത്തെ മത്സരം. മുഹമ്മദൻ സൂപ്പർ ജയൻസുമായിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഈ ഒരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം നിർണായകമാണ്. ഒരു മത്സരമായതുകൊണ്ട് തന്നെ മത്സരത്തിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൽ എത്ര സ്ഥാനത്താണുള്ളത് നോക്കി വരാം. പോയിന്റ് ടേബിളിൽ 10ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. മുഹമ്മദൻ സൂപ്പർ ജയൻസ് ആവട്ടെ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്താണുള്ളത്. ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുള്ളതിൽ മുഹമ്മദൻ സൂപ്പർ ജയൻസ് 1ാം സ്ഥാനത്ത് വരുമ്പോൾ ഏറ്റവും കുറവ് ക്ലീൻ ഷീറ്റ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ സ്വന്തമാക്കാനായി സാധിച്ചിട്ടുള്ളത്. ഒരൊറ്റ ക്ലീൻ ഷീറ്റ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതിൽ മുഹമ്മദൻ സൂപ്പർ ജയൻസ് 4ാം സ്ഥാനത്ത് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതിൽ 6ാം സ്ഥാനത്താണ് വരുന്നത്. ഇപ്പോൾ മത്സരത്തിൽ മുന്നോട്ട് നടന്ന പ്രസ് മീറ്റിൽ കോച്ചായ മൈക്കിൾ സ്റ്റാറേയും പ്രീതം കോട്ടാലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കോച്ച് പറയുന്നു, അവർ ശക്തരായ എതിരാളികളാണ്. മുഹമ്മദൻ സൂപ്പർ ജയൻസ് ശക്തരായ എതിരാളികളാണ് എന്നാണ് കോച്ച് പറയുന്നത്. പക്ഷേ അവർക്കും വീക്ക്നെസ്സുകൾ ഉണ്ടാവാമെന്നാണ് കോച്ച് പറയുന്നത്. ഞങ്ങൾ ഓരോ കളികളും വിജയിച്ചു കയറുവാനായി ശക്തമായി കളിക്കുന്നു. വിജയിച്ചു കയറാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നാണ് കോച്ച് പറയുന്നത്. പിന്നീട് കോച്ച് പറയുന്നു, ഞങ്ങളുടെ ഗ്രൗണ്ടിലെ പെർഫോമൻസ് പോലല്ല, ഞങ്ങളുടെ പോയിന്റ് ടേബിളിലെ പെർഫോമൻസ് അല്ല ഗ്രൗണ്ടിൽ കാണിക്കുന്നത്. ഗ്രൗണ്ടിൽ ഞങ്ങൾ ഇതിനെക്കാട്ടി എഫേർട്ട് ഇട്ടുകൊണ്ടാണ് ഓരോ കളികളും വിജയിച്ചു കയറുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ശക്തമായി തിരിച്ചു വരുമെന്ന് കോച്ച് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കോച്ച് പറയുന്നു, ഒരിക്കലും പോയിന്റ് ടേബിളിലെ സ്ഥാനങ്ങളിലല്ല ഗ്രൗണ്ടിൽ ഞങ്ങളുടെ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തുന്നത് എന്നാണ് കോച്ച് പറയുന്നു. ഈ ഒരു പെർഫോമൻസ് വെച്ച് അവർ ഒരുപാട് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉള്ള പ്ലേയേഴ്സാണ് ഞങ്ങളുടെ ടീമിൽ വരുന്നത്. എന്നാൽ ഞങ്ങൾ ജയിച്ചു കയറുവാനായി എല്ലാം സമർപ്പിച്ച് കളിക്കുമെന്നും കോച്ച് പറയുന്നു. പിന്നീട് പ്രീതം കോട്ടാൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. പ്രീതം കോട്ടാൽ പറയുന്നു, ഓരോ കളികളും ഞങ്ങൾ വിജയിച്ചു കയറുവാനായി ശ്രമിക്കും. അതിനായിട്ടുള്ള ശക്തമായ ട്രെയിനിങ്ങിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കളികളും വിജയിച്ചു കയറുവാനാണ് ഞങ്ങളുടെ ടീം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കോച്ച് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് നെഗറ്റിവിറ്റിയിലൂടെയാണ് ടീം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം നിർണായകമാണ്. ഈ ഒരു വിജയം നേടിയെടുക്കാനായി സാധിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ടീമിന് അത് വളരെയധികം ടീമിലുള്ള പ്ലേയേഴ്സിന് വളരെയധികം പോസ്റ്റിംഗായി മാറും. ഏതായാലും നമുക്ക് മാച്ച് റിസൾട്ടുമായി കാണാം.